KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ 9-നാണ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ 4-ാം പ്രതിയാണ്. 1, 2, 3 പ്രതികളെ അവിടെ നിർത്തി 4-ാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. 1, 2, 3 പ്രതികൾ MLA-മാരാണ്. അതിൽ ഒരാൾ പ്രതിപക്ഷ നേതാവുമാണ്. സ്വാഭാവികമായും സ്പീക്കറുടെ അനുമതിയോടുകൂടി അറിവോടുകൂടി മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു നിയമ തടസ്സമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ആരോട് ചോദിക്കേണ്ട ആവശ്യവുമില്ല. ഏതായാലും കഴിഞ്ഞ 9-ന് പുലർച്ചെ 5 മണിക്ക് വീട് വളഞ്ഞ് ഒരു ഭീകരവാദിയെ പിടിക്കുന്നത് പോലെ കോളറിന് പിടിച്ചുകൊണ്ട് നേരെ പോലീസ് വാഹനത്തിലേക്ക് ഇട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തി ആവശ്യമുള്ള വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകളൊക്കെ ചേർത്ത് അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചേക്കണം. കേസിന് ആസ്പദമായ സംഭവം, ആ സമരം നടക്കുമ്പോൾ രാഹുലിന്റെ കയ്യിൽ ഒരു മരപ്പട്ടിക ഉള്ളതായി വീഡിയോയിൽ കാണുന്നുണ്ട്. മാത്രമല്ല പോലീസുകാരുടെ അതിലൊരാളുടെ കൈക്ക് പൊട്ടലുമുണ്ട്, മറ്റു ചിലർക്കും പരിക്കുണ്ട്. അതേ പരിക്ക് പ്രവർത്തകരിൽ പലർക്കുമുണ്ട്. സത്യത്തിൽ ഒരു കയ്യാങ്കളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്ന് തന്നെ പറയാം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മേളിൽ ചുമത്തിയിട്ടുള്ള കുറ്റം 7 വർഷത്തിനു മേൽ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ആ വകുപ്പ് അനുസരിച്ച് ആയതുകൊണ്ട് തന്നെ കോടതി ജാമ്യം കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ജില്ലാ കോടതിയിലേക്ക് അദ്ദേഹത്തിന് മൂവ് ചെയ്യേണ്ടി വന്നത്. ജില്ലാ കോടതി ആകട്ടെ 17-ലേക്ക് കേസ് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ 8-ാം തീയതി വരെ താൻ ആശുപത്രിയിലായിരുന്നു എന്നും മരുന്ന് ഇപ്പോഴും കഴിക്കുന്നുണ്ടെന്നും 16-ാം തീയതി വീണ്ടും ആശുപത്രിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നും അഡ്വക്കേറ്റ് കോടതിയെ അറിയിച്ചതാണ്. പക്ഷേ കോടതി നിർദ്ദേശപ്രകാരം പുതിയ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ സർക്കാരിന്റെ പ്രിയങ്കരനായ ആശുപത്രിയിലെ ഡോക്ടറുണ്ട്. ആ ഡോക്ടർ സർക്കാരിന്റെ ഇച്ഛപ്രകാരമുള്ള റിപ്പോർട്ട് രാഹുലിനെതിരെ കൊടുത്തു എന്നാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. ആ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചു. ഒപ്പം തന്നെ പോലീസിന്റെ കൈയൊടിഞ്ഞതും മറ്റ് പരിക്കുകളും അതുപോലെ വാഹനം കേടുവരുത്തിയതുമായ മറ്റെല്ലാ റെക്കോർഡ്സും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടില്ല. 7 വർഷം വരെ ഉള്ളത് പരമാവധി കൊടുക്കാം. മറ്റെന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നുണ്ടെങ്കിലും താഴെ കോടതിയിൽ നിന്ന് ജാമ്യം പ്രതീക്ഷിക്കേണ്ടതില്ലാത്ത ഒരു വകുപ്പ് തന്നെയാണ് അവർ ചേർത്തത്. സ്വാഭാവികമായും ജില്ലാ കോടതിയുടെ പരിഗണനയിലാണ് കേസുള്ളത്. 17-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ കോടതി ജാമ്യം കൊടുക്കുമോ ഇല്ലയോ എന്ന് സംശയമാണ്. കൊടുക്കാതിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കാണുന്നത്. ഏതായാലും രാഹുൽ ഇപ്പോൾ പൂജപ്പുര സബ് ജയിലിലാണ് കഴിയുന്നത്. അതും 10-25 ക്രിമിനലുകൾക്കൊപ്പമാണ്, റിമാൻഡ് തടവുകാർക്കൊപ്പമാണ് രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പ്രതി. 1, 2, 3 പ്രതികളായി VD സതീശനും ഷാഫി പറമ്പിലും അതുപോലെ വിൻസെന്റുമുണ്ട്. അവർ 3 പേരും MLA-മാരായതുകൊണ്ട് തന്നെ, അതിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ സ്പീക്കറുടെ അനുമതി വേണം. അതിന് പോലീസ് സമീപിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനാണ് സാധ്യത കൂടുതൽ. കാരണം ഇപ്പോഴുള്ള നിലവിലുള്ള വകുപ്പ് തന്നെയാണ് ഇട്ട് മുന്നോട്ട് പോകാൻ പോലീസ് ഉദ്ദേശിക്കുന്നെങ്കിൽ സ്വാഭാവികമായും VD സതീശനെയും ഷാഫി പറമ്പിലിനെയും അതുപോലെ വിൻസെന്റിന്റെ MLA-യും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ അവിടെ പോയി പ്രസംഗിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതി വേണമെങ്കിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും മതി. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇവിടെ ഇത്രയധികം അക്രമ പ്രവർത്തനങ്ങൾ നടന്നു, പോലീസുകാരുടെ കൈയിടിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ആൾ 1-ാം പ്രതി എന്ന നിലയിൽ VD സതീശനെ മാറ്റി നിർത്തും എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം രാഹുലിന്റെ കയ്യിൽ ഒരു മരപ്പട്ടിക ഉണ്ടായിരുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. അതിന് രാഹുല് പോലീസുകാരെ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണോ, ഇനി അതല്ല പോലീസുകാരെ ആക്രമിക്കുമെന്ന് കരുതി മറ്റ് അനുയായികളിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണോ എന്നൊക്കെ സംശയമാണ്. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ, നിലവിലുള്ള അവസ്ഥയിൽ ഈ കേസ് മുന്നോട്ട് പോയാൽ VD സതീശൻ, ഷാഫി പറമ്പിൽ അതുപോലെ വിൻസെന്റ്, ഈ 3 MLA-മാർ, അത് പ്രതിപക്ഷ നേതാവ് അടക്കം 3 പേർ അറസ്റ്റിലാകും. അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള അനുമതി തേടി സ്പീക്കർക്ക് കത്ത് കൊടുക്കും എന്നാണ് തോന്നുന്നത്. ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഈ സംസ്ഥാനത്ത് എന്താണ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റൂല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പല സംഭവങ്ങളുമാണ് നടക്കാൻ പോകുന്നത്. ഒരു വശത്ത് പിണറായി വിജയൻ ആയതുകൊണ്ട്, മുഖ്യമന്ത്രി ആയതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സുരേഷ് ഗോപിക്കെതിരെ നീങ്ങിയത് നമുക്കറിയാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി നമുക്കറിയാം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ VD സതീശനും അതുപോലെ ഷാഫി പറമ്പിലും വിൻസെന്റും ഈ 3 MLA-മാരും അധികം വൈകാതെ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്.